ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ആ എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താണ് ജോണി, നിന്റെ പ്രശ്നങ്ങളൊന്നും മാറിയില്ലേ? മാറിയിട്ടില്ലെന്ന് മാത്രമല്ല അച്ചോ, അത് കൂടിയിട്ടുള്ളൂ. ഇനി ഇവളുമായിട്ട് ഒത്തുപോകാൻ എനിക്ക് പറ്റില്ല അച്ചോ. മോനെ 70 പ്രാവശ്യം ക്ഷമിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. 7 കൊല്ലായി അച്ചോ ഈ ക്ഷമിക്കാൻ തുടങ്ങിയിട്ട്. കർത്താവിനെ പെണ്ണ് കെട്ടിയിട്ടില്ല, അതുകൊണ്ട് ഈ കണക്കുകളൊക്കെ പറയാൻ പറ്റും. കെട്ടിയിരുന്നെങ്കിൽ 7 ദിവസം പോയിട്ട് 1 ദിവസം പോലും പറയില്ലായിരുന്നു. ജോണി വേണ്ട, പഴയ പോലെ ദേഹോപദ്രവങ്ങളൊന്നും ഏൽപ്പിക്കുന്നില്ലല്ലോ അവള്. ഇല്ലെന്ന് അച്ഛനോട് ആര് പറഞ്ഞ്? ഉണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോൾ അവള് തള്ളിയിട്ട് നിന്റെ ഒരു കവിളത്ത് നീരുണ്ടാവും. ഈ പ്രാവശ്യം അതില്ല. അതിനർത്ഥം ദേഹോപദ്രവങ്ങളൊന്നും ഏൽപ്പിക്കുന്നില്ല എന്നല്ലേ? ഓ അതാർന്നാ. അത് കഴിഞ്ഞ തവണ അച്ഛൻ വന്നപ്പോൾ അച്ഛനല്ലേ പറഞ്ഞത്, ഒരു കവിളത്തടിച്ചാൽ മറുകാരണം കാണിച്ചു കൊടുക്കണമെന്ന്. ഇപ്പം മാറി മാറി 2 കാരണത്തോണ്ട് അടിക്കണത്. അതുകൊണ്ടാണ് ഈ നീര് 2 സ്ഥലത്ത് ഒരുപോലെ വന്നേക്കണോണ്ടാണ് അച്ഛന് മനസ്സിലാവാത്തത്. ഇപ്പോൾ നാട്ടുകാർ ചോദിക്കണം, നീ നന്നായല്ല കവിളൊക്കെ തൊടുത്തിട്ടുണ്ടല്ലോ എന്ന്. സത്യം അവർക്കറിഞ്ഞൂല്ല. സത്യത്തിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം? സംശയമാണ് അച്ചു. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞാലും അവൾക്ക് സംശയമാണ്. ഒരു സ്ഥലത്ത് പോകാൻ പറ്റൂല ഒറ്റക്ക്. അപ്പം തുടങ്ങി വീഡിയോ കോൾ ചെയ്യും. എന്തിനാണ് ചുറ്റും വേറെ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ. അതായത് പെണ്ണുങ്ങൾ. ഏതെങ്കിലും റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ് ചെന്ന് പെട്ടെങ്കിൽ അന്നത്തെ ദിവസം പോക്കണച്ചു. മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പുരുഷൻ്റെ വാരിയിൽ ഊരി എടുത്തുകൊണ്ടാണ് ദൈവം അവൻ്റെ തുണയായിട്ട് സ്ത്രീയെ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ പറ. ഇപ്പോഴല്ലേ മനസ്സിലായത്. ആയത്തല്ലേ ദൈവം തന്നെ ഊരിവർക്ക് മാതൃക കാണിച്ചു കൊടുത്ത്. ബാക്കി എല്ലുകൾ ഇവന്മാരായിട്ട് ഓരോന്നായിട്ട് ഊറ്റുന്നുണ്ട്. എല്ലിനോട് എന്തിനാണ് ഇവർക്ക് ഇത്ര താല്പര്യം? നീ കല്ലാൽ പട്ടികളല്ലോണ. നീ ഇത്രയും കിടന്ന് ഇവിടെ വായിട്ടലിച്ചിട്ടും ആ കൊച്ചിവിടെ മിണ്ടാതിരിക്കുന്നു. മോള് പറ, എന്താണ് പ്രശ്നം? എന്റെ അച്ചോ പുതിയതാണെന്ന് തോന്നുന്നല്ലേ? ഏയ് പഴയത്. അച്ഛന് കേട്ട് ശീലമില്ലാത്തതുകൊണ്ടാണ്. ഒരു കാര്യം ചെയ്യ്, മോൾ എണീറ്റ് കുറച്ചു നേരം പുറത്തു പോയി നിൽക്ക്. ഞാൻ ഇവനെ ഒന്ന് ഉപദേശിക്കട്ടെ. ജോണി മോനെ, നിന്നോട് ഞാൻ പുറകെ നടന്ന് പറഞ്ഞാണ് അച്ഛൻ പട്ടത്തിന് പോടാന്ന്. അപ്പം നിനക്കത് പറ്റൂല. നീ എന്താണ് എന്നോട് പറഞ്ഞത്? ലൗകിക സുഖത്തിനേക്കാളും നല്ലത് ലൈംഗിക. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ശവത്തെ കുത്തരുത് അച്ചു. കുത്തോടാ കുത്തും. ഞാൻ 10 വർഷം കുത്തിയിരുന്ന് പഠിച്ച ബൈബിൾ വചനങ്ങളെല്ലാം നിൻ്റെ ഒരാളുടെ കുടുംബജീവിതം നേരാക്കാനാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി ഇതിലൊരു വചനവും ബാക്കിയില്ല, എല്ലാം തീർന്നു. ഇനി പാപം ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ കല്ലെറിയട്ടെ. അച്ചോ പതുക്കെ പറ. ഇനി ഇത് കേട്ടിട്ടാണ് അവളുടെ കല്ലേറും കൂടി എനിക്ക് കൊള്ളാനായിട്ട്. എണീക്കടാ വെറുതെ ഇരുന്ന് എന്നെ ആ പെണ്ണിൻ്റെ തെറിയും കേൾപ്പിച്ചിട്ട്. അച്ചോ എടാ പോടാ.